കൊല്ലം കുളത്തൂപ്പുഴ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എസ്റ്റേറ്റിലെ തീപിടുത്തത്തിൽ ദുരൂഹത. തീപിടുത്തത്തിന്റെ കാരണം RDO അന്വേഷിക്കും. 75 ഏക്കർ സ്ഥലത്താണ് തീ പടർന്നത്. കണ്ണനാരുടെ റിപ്പോർട്ട്. കുളത്തൂപ്പുഴ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ എണ്ണപ്പനത്തോട്ടത്തിലെ 75 ഏക്കറിലാണ് ഇന്നലെ തീപിടുത്തമുണ്ടായത്. അതൊരു പ്രാഥമിക കണക്ക് മാത്രമാണ്. പക്ഷേ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 150 ഏക്കറിലധികം പ്രദേശത്തേക്ക് ഇന്നലെ തീ പടർന്നു എന്നുള്ളതാണ്. ആരാണ് തീപിടുത്തത്തിന് കാരണക്കാരനായിട്ടുള്ളത്, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുണ്ടായ ഒരു തീപിടുത്തമാണ്? ഈ രണ്ട് കാര്യങ്ങളിലാണ് അന്വേഷണം നടത്തുന്നത്. ജില്ലാ കളക്ടർ പുനലൂർ RDOയോട് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓയിൽ പാം ഇന്ത്യ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാര്യം നേരത്തെ കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിലുള്ള തീപിടുത്തം വലിയ രീതിയിലേക്ക് തീ പടർന്നില്ലെങ്കിൽ പോലും ഇതേ സമയത്ത് തന്നെ ഫെബ്രുവരി മാസത്തിൽ തന്നെ തീപിടുത്തം ഉണ്ടായി. ആ തീപിടുത്തത്തിന്റെ ഒരു വർഷം തികയുന്ന സമയത്താണ് രണ്ടാമത് വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായത്. ആരെങ്കിലും തീയിട്ടതാണോ എന്നുള്ളൊരു സംശയമാണ് ഉണ്ടായിരിക്കുന്നത്. 18,000-ഓളം എണ്ണപ്പനകൾ ഉള്ള പ്രദേശത്താണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അതിൽ എത്ര പനകൾ നശിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു കണക്കെടുപ്പ് വരേണ്ടതുണ്ട്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പക്ഷേ എന്നാലും തീ പൂർണ്ണമായും അണച്ചു എന്ന് പറയാൻ സാധിക്കില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഈ പന മുറിച്ചു മാറ്റിയ ശേഷം വീണ്ടും റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്ന പ്രദേശമായിരുന്നു. അവിടെയൊക്കെ തന്നെയുള്ള മരങ്ങൾ, എണ്ണപ്പനകൾ ഇപ്പോഴും നീറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാര്യം ഇതിൽ ഈ പനയുടെ മരത്തിനുള്ളിൽ ഓയിലിന്റെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ തീ പൂർണ്ണമായും അണയും എന്ന് പറയാൻ സാധിക്കില്ല. മാത്രമല്ല ഈ പനയുടെ മൂട്ടിന്റെ ഭാഗത്ത് ഈ ഉമിക്ക് സമാനമായ രീതിയിലുള്ള പദാർത്ഥങ്ങളാണുള്ളത്. അതും വലിയ രീതിയിൽ നീറി പുകഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും ഉള്ളത്. ഇത് വീണ്ടും തീ പടരാൻ കാരണമാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. തീയുടെ കനലുകൾ പറന്നു പോകുന്നതായിട്ട് അത് വീഴുന്നിടത്ത് അന്നേരം തന്നെ തീ കത്തുവാണ്. നല്ല വെയിലായിരുന്നു, നല്ല കാറ്റുമായിരുന്നു. ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഇച്ചിരി അകലമായുണ്ട്, പ്രശ്നം ഉണ്ടായില്ല. ഇന്നലെയൊക്കെ വന്ന സമയത്ത് പല ആൾക്കാരും പറയുന്നത് തീ കത്തിച്ചാണെന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സാധ്യത ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ കാണാത്ത ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആനവട്ടഞ്ചിറ സൈഡിൽ നിന്നാണ് തീ വന്നത്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബൈക്കും കൊണ്ട് വന്നപ്പോഴത്തേക്ക് ആ സൈഡിൽ നിന്ന് ഇവരുടെ സ്റ്റാഫുകൾ തന്നെ തീ അണയ്ക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഇന്നലെ ഏതാണ്ട് 10 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ തീ അണയ്ക്കാൻ സാധിച്ചത്. ഫയർഫോഴ്സും അതുപോലെ തന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികളും ഒക്കെ തന്നെ വലിയ രീതിയിൽ പണിപ്പെട്ടാണ് തീ ഒരു നിയന്ത്രണ വിധേയമാക്കിയത്. പൂർണ്ണമായും അണച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇത് ഏതെങ്കിലും വിധത്തിലൊരു അട്ടിമറി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിൽ സംശയമുണ്ട്. ഇന്നലെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂടുണ്ടായ ഒരു പ്രദേശം പുനലൂരാണ്. 36.2 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ പുനലൂരിലുണ്ടായ ചൂട്. ആ ചൂട് ഈ പ്രദേശത്തേക്കും വ്യാപിച്ചിരുന്നു. അത് ഒരു കാരണമായി കരുതപ്പെടുന്നു തീ പിടിക്കാൻ. രണ്ടാമത് ശക്തമായ കാറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ചെറിയ കുറ്റിച്ചെടിയിൽ തീ പടർന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് തീക്കനൽ പടരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ള ഒരു സംശയമുണ്ട്. ഒന്ന് പ്രത്യേകിച്ച് പ്രധാനമായുള്ള സംശയം ബോധപൂർവ്വം ആരോ തീയിട്ടതാണ് എന്ന് തന്നെയാണ്. അല്ലാത്ത പക്ഷം എവിടെയെങ്കിലും നിന്ന് ചെറിയ രീതിയിൽ തീപ്പൊരി ഉണ്ടാവുകയും അത് വലിയ തീഗോളമായി മാറുകയും ചെയ്തു. കാറ്റിന്റെ കൂടി സഹായത്തോടു കൂടി വലിയ തീഗോളമായി മാറുകയും ചെയ്തു എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അടിയന്തരമായിട്ടുള്ള റിപ്പോർട്ട് നൽകാൻ തന്നെയാണ് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. സംസ്ഥാന തലത്തിലും മന്ത്രിതലത്തിലൊക്കെ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടിയന്തരമായി RDO അന്വേഷണത്തെ നിയോഗിക്കുകയും അടിയന്തരമായി റിപ്പോർട്ട് നൽകാനുള്ള ഒരു ഉത്തരവ് നൽകുകയും ചെയ്തിട്ടുള്ളത്.